അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والوالدات يرضعن أولادهن حولين كاملين لمن أراد أن يتم الرضاعة وعلى المولود له رزقهن وكسوتهن بالمعروف لا تكلف نفس إلا وسعها لا تضار والدة بولدها ولا مولود له بولده وعلى الوارث مثل ذلك فإن أرادا فصالا عن تراض منهما وتشاور فلا جناح عليهما وإن أردتم أن تسترضعوا أولادكم فلا جناح عليكم إذا سلمتم ما آتيتم بالمعروف واتقوا الله واعلموا أن الله بما تعملون بصير. റൗളത്തുൽ ഖുർആൻ രണ്ടാം സെമസ്റ്ററിലെ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ശിശുപരിപാലനം എന്ന വിഷയമാണ് ഇന്നു മുതലുള്ള നമ്മുടെ ഈ രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഏതാനും ക്ലാസുകൾ 3-4 ദിവസം ശിശുപരിപാലനവുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായി നമ്മളെല്ലാവരും പ്രത്യേകിച്ച് സ്ത്രീകൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. എല്ലാവരും ശ്രദ്ധയോടുകൂടി കേൾക്കുകയും നോട്ട് ചെയ്യുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ ഓതിയത് സൂറത്തുൽ ബഖറയുടെ 233 ആയത്താണ്. ഈ സൂക്തത്തിലൂടെ വളരെ പ്രധാനപ്പെട്ട ധാരാളം കാര്യങ്ങളാണ് സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കുടുംബിനിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു മാതാവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയത്താണ് 233 ഈ ആയത്ത് അൽ ബഖറയിൽ. അത് നമ്മളെപ്പോഴും പലപ്പോഴും പാരായണം ചെയ്യുന്നതാണ്. അതിന്റെ പാരായണം കൂടി നമ്മൾ തെറ്റില്ലാതെ മനസ്സിലാക്കി വെക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണം. ഞാൻ ഒന്നുകൂടി പാരായണം ചെയ്യുകയാണ്. അത് നിങ്ങൾ കേട്ട് ഓരോ ഭാഗവും പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. والوالدات يرضعن أولادهن حولين كاملين. ഇവിടെ ഹൗലൈൻ ഹ ആണ് മഖ്റജിൽ നിന്ന് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം. ഹൗലൈൻ ഹ എന്നായി പോകരുത്. ഹ രണ്ടും വ്യത്യാസമുണ്ടല്ലോ. ഹൗലൈനി കാമിലൈൻ ലിമൻ അറാദ അൻ യുതിമ്മ الرضاعة وعلى المولود له رزقهن وكسوتهن بالمعروف. ഷദ്ദുള്ള മീമ്, ഷദ്ദുള്ള നൂന് എന്നിവയെല്ലാം മണിക്കണം. ഇവിടെ ഇപ്പൊ ഷദ്ദുള്ള മീമ് അയ്യുതിമ്മ റളാഅ ലിമൻ അറാദ അയ്യുതിമ്മ റളാഅ, അവിടെ ഷദ്ദുള്ള മീമ് മണിക്കണം. അതുപോലെ ഷദ്ദുള്ള നൂനാണ് റിസ്ഖുഹുന്ന വകിസ്വതുഹുന്ന, അവിടെയും മണിക്കണം. ലാ തുകല്ലഫു നഫ്സുൻ ഇല്ലാ വുസ്അഹാ لا تضار والدة بولدها ولا مولود له بولده. لا تضار, അവിടെ രണ്ട് കാര്യം. ഒന്ന് മദ്ദുണ്ട്,
ലാ തുലാ നീട്ടണം അത്. പിന്നെ റാഇന് ശബ്ദവും ചെയ്യണം. ലാ തുലാറ എന്ന് പറഞ്ഞു പോയാൽ പോരാ. ലാ തുലാറ. അത് നമ്മൾ നേരത്തെ ഫാത്തിഹ പഠിച്ചപ്പോ പഠിച്ച വിഷയമാണ്. വാദ് ഉച്ചരിക്കേണ്ടത് ഏറ്റവും പ്രയാസകരമായ അക്ഷരമാണ്. നമ്മുടെ അണപ്പല്ലിനോട് നാവിന്റെ അരു ചേർത്തിട്ട് ഉച്ചരിക്കണം. ഫാത്തിഹയിൽ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ പഠിച്ചപ്പോ പഠിച്ച വിഷയമാണ്. അതേപോലെ ലാ തുളാറ വാലിദതും ബിവലദിഹാ വലാ മൗലൂദുൻ ലഹു ബിവലദി വഅലൽ വാരിസി മിസ്ലു ദാലിക فإن أرادا فصالا عن تراض منهما وتشاور فلا جناح عليهما وإن أردتم أن تسترضعوا أولادكم فلا جناح عليكم إذا سلمتم ما آتيتم بالمعروف. ഇവിടെ മണിക്കലും മദ്ദൊക്കെ ഉണ്ട്. إذا سلمتم ما آتيتم بالمعروف واتقوا الله واعلموا أن الله بما تعملون بصير. വിശദമായി ഓരോ നിയമങ്ങൾ എന്താണ് എന്നതൊന്നും ഇപ്പോൾ വിശദമായി പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് ഓരോ ക്ലാസിന്റെയും കൂടെ റൗളയുടെ ഓരോ ക്ലാസിന്റെയും കൂടെ നമ്മുടെ വാട്സപ്പിലൂടെ ഫാത്തിഹയുടെയും ശേഷം അൽ ബഖറയുടെ തുടക്കം മുതൽ ഓരോ ആയത്തുകൾ നിങ്ങൾക്ക് ഗ്രൂപ്പിലൂടെ പാരായണം ചെയ്ത് പഠിക്കാൻ വേണ്ടി അയച്ചു തരുന്നുണ്ട്. അത് നിങ്ങൾ ഓതി നോക്കുകയും പ്രത്യേകം മനസ്സിലാക്കുകയും ചെയ്യണം. നിയമങ്ങൾ ഘട്ടം ഘട്ടമായിട്ടാണ് തജ്വീദ് പഠിക്കാൻ പറ്റുള്ളൂ എന്നതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്കിതിന്റെ ആശയത്തിലേക്ക് കടക്കാം. ആദ്യമായി മആനിൽ മുഫ്രദാത്ത്, പ്രധാനപ്പെട്ട പദങ്ങളുടെ അർത്ഥം എന്താണ് എന്നാണ്. ഈ ആയത്ത് അത്യാവശ്യം വലിയ ദീർഘമായ ഒരു ആയത്താണിത്. പ്രധാനപ്പെട്ട വാക്കുകളുടെ അർത്ഥം എന്താണെന്ന് നോക്കാം. വൽവാലിദാത്ത്, മാതാക്കൾ, അതായത് ഉമ്മമാർ എന്നർത്ഥം. യുർദിഅന, അവർ മുലയൂട്ടട്ടെ, അവർ മുല കൊടുക്കട്ടെ എന്നർത്ഥം. ഹൗലൈൻ, 2 വർഷം. അൽ മൗലൂദു ലഹ്, അൽ മൗലൂദ് ലഹു എന്ന് പറഞ്ഞാൽ പിതാവ് എന്നർത്ഥം. പിതാവ് അൽ മൗലൂദ് എന്ന് പറഞ്ഞാൽ പ്രസവിക്കപ്പെട്ട കുട്ടിക്ക മൗലൂദ് എന്ന് പറയും. അൽ മൗലൂദ് ലഹു, ആർക്ക് വേണ്ടിയാണ് പ്രസവിക്കപ്പെട്ടത്? അതാരാ? അത് ഉപ്പയാണ്. അതായത് ആ പിതാവാണല്ലോ ആ കുട്ടിയുടെ യഥാർത്ഥ അവകാശി എന്ന് പറയുന്നത്. ഉമ്മ അവകാശിയല്ല എന്നതുകൊണ്ടല്ല, ആ പിതാവിന്റെ നുതുഫത്തിൽ നിന്നാണല്ലോ കുഞ്ഞുണ്ടാവുന്നത്. റിസ്ഖ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം, കിസ്വത്ത് എന്ന് പറഞ്ഞാൽ വസ്ത്രം, അൽ വാരിസ് അനന്തരാവകാശി, ഫിസ്വാൽ മുലകുടി നിർത്തുക, ജുനാഹുൻ കുറ്റം. ഇത്രയും വാക്കുകൾ പ്രധാനപ്പെട്ട വാക്കുകളാണ് നമ്മൾ ഇതിലുള്ള വാക്കുകൾ. ഇതൊക്കെ നമുക്ക് അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കി വെക്കാം. ഇനി അതിന്റെ ആ ആയത്തിന്റെ ഒരു മൊത്തത്തിൽ അർത്ഥം എന്ന് വെച്ച് നോക്കാം. ശേഷം അതിലെ ആശയം എന്താണ് എന്ന് ശേഷം നമുക്ക് വിശദമായിട്ട് പറയാം. ധാരാളം കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഉമ്മമാര് സന്താന പരിപാലനവുമായി ബന്ധപ്പെട്ട ഏറ്റവും അടിസ്ഥാന അറിവുകൾ നൽകുന്ന ഒരു ആയത്ത് കൂടിയാണ് ഇവിടെ. ഇൻഷാ അല്ലാഹ് അതിന് ഈ ആയത്തൊന്ന് നമുക്ക് അർത്ഥം വെച്ച് നോക്കാം. വൽവാലിദാത്തു യുർദിഅന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈൻ. വൽവാലിദാത്തു, ഉമ്മമാർ യുർദിഅന, അവർ മുലയൂട്ടട്ടെ, ഔലാദഹുന്ന, അവരുടെ മക്കളെ. ഉമ്മമാർ അവരുടെ മക്കൾക്ക് മുല കൊടുക്കട്ടെ. ഹൗലൈനി കാമിലൈൻ, പൂർണമായ 2 വർഷം. പൂർണമായ 2 വർഷം ഉമ്മമാര് മക്കൾക്ക് മുലയൂട്ടട്ടെ. ആരാന്നറിയോ? ലിമൻ അറാദ അൻ യുതിമ്മ റളാഅ, പൂർണമായി മുല കൊടുക്കണമെന്ന് ഉദ്ദേശിക്കുന്നവർ, പൂർണമായ മുലയൂട്ടാൻ ഉദ്ദേശിക്കുന്നവർ 2 വർഷം പൂർണമായി തന്നെ മുലയൂട്ടട്ടെ. وعلى المولود له رزقهن وكسوتهن بالمعروف. وعلى المولود له, പിതാവിന്റെ മേൽ ബാധ്യതയാണ്.
പിതാവ് എന്ന് പറഞ്ഞാൽ ഈ മുല കുടിക്കുന്ന കുഞ്ഞിന്റെ ഉപ്പയുടെ മേൽ ബാധ്യതയാണ്, നിർബന്ധമാണ്. റിസ്ഖുഹുന്ന, ഈ മുലയൂട്ടുന്ന ഉമ്മമാർക്ക് ഭക്ഷണം കൊടുക്കൽ. വകിസ്വത്തുഹുന്ന, അവർക്ക് വസ്ത്രം കൊടുക്കൽ. അവരുടെ ഭക്ഷണവും അവരുടെ വസ്ത്രവും ഈ പിതാവിന്റെ ബാധ്യതയാണ്, ഉപ്പയുടെ ബാധ്യതയാണ്. എങ്ങനെ? ബിൽ മാറൂഫ്, നിയമാനുസൃതം അറിയപ്പെട്ട, ശറയിൽ ദീനിൽ അറിയപ്പെട്ടിട്ടുള്ള ഒരു കണക്ക് പ്രകാരമുള്ള ഭക്ഷണവും വസ്ത്രവും. ആ ചെലവ് മുലയൂട്ടുന്ന സമയത്തും ആ മുല നൽകുന്ന മുലയൂട്ടുന്ന ഉമ്മമാർക്ക് ഭക്ഷണവും വസ്ത്രവും ഈ പിതാവിന് നിർബന്ധമാണ്, നൽകൽ നിർബന്ധമാണ്. ലാ തുകല്ലഫു നഫ്സുൻ ഇല്ലാ വുസ്അഹാ, ഒരൊറ്റ വ്യക്തിക്കും ഒരാൾക്കും താങ്ങാൻ കഴിയാത്തത് ഇസ്ലാം അടിച്ചേൽപ്പിക്കുന്നില്ല. കഴിയാത്തത്, ഏറ്റാൻ കഴിയാത്ത ഭാരം കൊടുക്കുന്നില്ല. ഓരോരുത്തരെ കൊണ്ട് കഴിയുന്ന, ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ചിട്ടുള്ള ചെലവും ഭക്ഷണമൊക്കെയാണ് കൊടുക്കേണ്ടത്. ലാ തുകല്ലഫു നഫ്സുൻ ഇല്ലാ വുസ്അഹാ, ഒരു നഫ്സിനും ഒരാൾക്കും അല്ലാഹു കീർത്തിക്കുന്നില്ല, നിർബന്ധിപ്പിക്കുന്നില്ല അവർക്ക് കഴിയാത്തത്. ലാ തുളാറ വാലിദതും ബിവലദിഹാ, ലാ തുളാറ വാലിദതും, ഒരു ഉമ്മയും പ്രയാസത്തിലാകരുത്, പ്രയാസത്തിലാകരുത്. ഒരു ഉമ്മയോടും ദ്രോഹം ചെയ്യപ്പെടരുത്. ബിവലദിഹാ, കുട്ടി കാരണമായി. കുട്ടിക്ക് മുലയൂട്ടുന്നു എന്ന കാരണമുണ്ട്. കുട്ടിയെ കൊണ്ട് ഒരു ഉമ്മയും കൊടുങ്ങരുത്. അതായത് അവൾക്ക് വേണ്ട ചെലവ് കൊടുക്കാതെ, അവർക്ക് ആവശ്യമായ വസ്ത്രവും മുലയൂട്ടുന്ന സമയത്ത് ആവശ്യമായ ചെലവും വസ്ത്രമൊന്നും കൊടുക്കാതെ പ്രയാസത്തിലാക്കരുത്. ഈ പറയുന്നത് മുലയൂട്ടുന്ന സമയത്ത് ഇൻഷാല്ലാ ഇതിന്റെ ആശയം വിശദീകരിക്കുമ്പോൾ തൊലാക്ക് ചെയ്യപ്പെട്ട സ്ത്രീയെ കുറിച്ച് കൂടിയാണ് ഈ പറയുന്നത്. ഭാര്യ തൊലാക്ക് ചെല്ലപ്പെട്ടാലും, തൊലാക്ക് ചെല്ലപ്പെട്ട സ്ത്രീ മുലയൂട്ടുന്ന സ്ത്രീയാണെങ്കിൽ, ഒരാൾ ഗർഭസമയത്ത് തൊലാക്ക് ചൊല്ലി, അല്ലെങ്കിൽ പ്രസവിച്ച ഉടനെ തൊലാക്ക് ചൊല്ലി, അവർക്ക് ചെറിയ കുഞ്ഞുണ്ട്, ആ കുഞ്ഞ് കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ, എന്നാൽ ആ മുലയൂട്ടുന്ന കാലമത്രയുമുള്ള മുലയൂട്ടുന്നതിന്റെ ചെലവ് വസ്ത്രമൊക്കെ ഈ പിതാവ് നൽകുന്ന നിർബന്ധമാണ്, ഭർത്താവ് നൽകണം. എന്നിട്ട് പറയാണ് ലാ തുളാറ വാലിദതും ബിവലദിഹാ, ഒരു കുട്ടി കാരണമായും ഒരു ഉമ്മയും പ്രയാസത്തിലാകരുത്. അതുപോലെ വലാ മൗലൂദുൻ ലഹു ബിവലദി, ഒരു പിതാവും തന്റെ കുഞ്ഞ് കാരണമായി ബുദ്ധിമുട്ടിലാകരുത്. അങ്ങനെയുണ്ട്. കഴിയാത്തത്, ആ കുഞ്ഞിനെ മുല കൊടുക്കുന്നു എന്ന കാരണം പറഞ്ഞിട്ട്, കുഞ്ഞിന് മുലയൂട്ടുന്നു എന്ന കാരണം പറഞ്ഞിട്ട് ആ പിതാവിന്, ആ ഭർത്താവിന് കഴിയാത്ത കാര്യങ്ങൾ ചോദിച്ച് പ്രശ്നമുണ്ടാക്കി പിടിച്ചുപറ്റാൻ സ്ത്രീകളും നോക്കരുത്. അവർക്ക് കഴിയുന്ന രീതിയിൽ, അവരെ കൊണ്ട് കഴിയുന്ന, അവരുടെ സാമ്പത്തികത്തിന് ഒതുങ്ങുന്ന രൂപത്തിൽ അവരുടെ ശരാശരി ഓരോരുത്തരുടെയും അവസ്ഥക്കനുസരിച്ചുള്ള ചെലവും അതുപോലെ വസ്ത്രമൊക്കെ കൊടുക്കണം. സ്ത്രീകൾക്കും അങ്ങനെ തന്നെ, സ്ത്രീകൾക്കൊന്നും കൊടുക്കാതിരിക്കരുത്. അവൾ മുലയൂട്ടുന്ന കുട്ടി കാരണമായ ഒരു ഉമ്മയും കൊടുങ്ങരുത്, ഒരു ഉപ്പയും കൊടുങ്ങരുത്, പ്രയാസത്തിലാവരുത്. വാലൽ വാരിസി മിസ്ലു ദാലിക്, വാലൽ വാരിസി, അനന്തരാവകാശിക്ക് നിർബന്ധമാണ്. ഈ ഉപ്പ ഇല്ലെങ്കിൽ, ഉപ്പ മരിച്ചു പോയിട്ടുണ്ട്, ഭർത്താവ് മരിച്ചിട്ടുണ്ട്, എന്നാൽ ഈ മുലയൂട്ടുന്ന സമയത്ത് ഈ കുഞ്ഞിന് മുല കൊടുക്കുന്നതിന്റെ ബാധ്യതയും അതിന്റെ സമയത്തുള്ള ചെലവും പ്രതിഫലവുമെല്ലാം വാലൽ വാരിസി മിസ്ലു ദാലിക്, ഇതേപോലത്തെ ബാധ്യത അനന്തരാവകാശിയുടെ മേലുണ്ട്. ഉപ്പയില്ലെങ്കിൽ അനന്തരാവകാശി കൊടുക്കണം. ഫഇൻ അറാദാ ഫിസ്വാലൻ, ഇനി ഈ ഭാര്യയും ഭർത്താവും ഉദ്ദേശിച്ചാൽ, ഫിസ്വാലൻ മുലകുടി നിർത്താൻ ഉദ്ദേശിച്ചാൽ, മുലകുടി നിർത്തണമെന്ന് ഉദ്ദേശിച്ചാൽ, എപ്പോൾ 2 വയസ്സ് പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ, 2 വയസ്സ് പൂർണ്ണമായി മുലയൂട്ടണമെന്ന് പറഞ്ഞതിന് ശേഷം പറയാണ്. ഇനി അതിന്റെ മുമ്പ് 2 വയസ്സ് തികയുന്നതിന് മുമ്പ് തന്നെ ഈ രണ്ടുപേരും ഭാര്യയും ഭർത്താവും കുഞ്ഞിന്റെ മുലകുടി നിർത്തണമെന്ന് ഉദ്ദേശിച്ചാൽ, അൻതറാദിൻ മിൻഹുമാ, രണ്ടുപേരുടെയും തൃപ്തിയോടുകൂടെ. ഭാര്യ പറയുന്നു മുലകുടി നിർത്തണ്ട, ഭർത്താവ് പറയുന്നു മുലകുടി നിർത്താം, അങ്ങനെയല്ല. 2 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് മുലകുടി നിർത്തണമെന്ന് ഭാര്യയും ഭർത്താവും തൃപ്തിയോടുകൂടി രണ്ടുപേരും ധാരണയായാൽ, തശാവുരി, കൂടിയാലോചിച്ചുകൊണ്ടും ചർച്ച ചെയ്തുകൊണ്ടും കൂടിയാലോചിച്ച് വിദഗ്ധരുമായിട്ട് ഡോക്ടറോട് ചോദിച്ചു ഇപ്പൊ മുലകുടി നിർത്താൻ പറ്റുമോ, അല്ലെങ്കിൽ ആ വിഷയത്തിൽ അറിവുള്ളവരോട് ചോദിച്ചു മനസ്സിലാക്കി ഭാര്യയും ഭർത്താവും പരസ്പരം തൃപ്തിയോടുകൂടെ തന്നെ മുലകുടി നിർത്താൻ ഉദ്ദേശിച്ചാൽ ഫലാ ജുനാഹ അലൈഹിമാ, അവർക്ക് കുറ്റമില്ല, തെറ്റൊന്നുമില്ല.
സമ്പൂർണമായ ഏറ്റവും കുട്ടിയുടെ ആരോഗ്യത്തിനും കുട്ടിയുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് ഖുർആൻ അള്ളാഹു ആദ്യം പറഞ്ഞു 2 വർഷം പൂർണ്ണമായി മുലയൂട്ടലാണ്. ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് രണ്ടുപേരും തൃപ്തിയോടുകൂടെ തന്നെ ഭാര്യയും ഭർത്താവും അനുസരിച്ച് തൃപ്തിപ്പെട്ടുകൊണ്ട് കുട്ടിയുടെ മുലയൂടി നിർത്താൻ തീരുമാനിച്ചാൽ ഫലാ ജുനാഹ അലൈഹിമ, അവർക്ക് കുറ്റമില്ല, തെറ്റില്ല. ഇനി മറ്റൊരാളെ മുലയൂട്ടാൻ ഏൽപ്പിച്ചാലോ, വഇൻ അറത്തും അന്തസ്തർലിഉ, വഇൻ അറത്തും നിങ്ങൾ ഉദ്ദേശിച്ചാൽ, അന്തസ്തർലിഉ ഔലാദക്കും നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ മറ്റൊരാളെ കൊണ്ട് മുല കൊടുപ്പിക്കാൻ, നിങ്ങൾക്ക് മുലപ്പാലില്ല, ഭാര്യയ്ക്ക് മുലപ്പാല് കുറവാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം കാരണമായി മുലയൂട്ടാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണം കൊണ്ട് മുല കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമൊക്കെ വരാം. അങ്ങനെയാണെങ്കിൽ അറത്തും അന്തസ്തർലിഉ ഔലാദക്കും നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മറ്റാരെ കൊണ്ടെങ്കിലും മുല കൊടുപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ ഫലാ ജുനാഹ അലൈക്കും, നിങ്ങൾക്ക് തെറ്റും കുറ്റമൊന്നുമില്ല, അത് കുഴപ്പമില്ല. ഇദാ സല്ലംതും മാ ആതൈതും ബിൽ മഅറൂഫ്, അറിയപ്പെട്ട സാധാരണഗതിയിലുള്ള ന്യായപ്രകാരമുള്ള കൂലി പ്രതിഫലം നിങ്ങൾ അവർക്ക് നൽകുകയാണെങ്കിൽ, മുലയൂട്ടാൻ വരുന്ന സ്ത്രീകൾക്ക് പ്രതിഫലം കൊടുക്കേണ്ടി വരുമല്ലോ, അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, അങ്ങനെയും മുലയൂട്ടിപ്പിക്കാം. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണം, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെട്ടു ജീവിക്കണം. വഅലമൂ, നിങ്ങൾ അറിയണം, അന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ, അല്ലാഹു നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും കാണുന്നവനാകുന്നു എന്ന് നിങ്ങൾ അറിയണം. ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം. വൽവാലിദാത്തു യുർദിഉന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈൻ, മാതാക്കൾ ഉമ്മമാർ അവരുടെ മക്കൾക്ക് പൂർണ്ണമായ 2 വർഷം മുലയൂട്ടണം. ലിമൻ അറാദ അൻ യുതിമ്മ റളാഅ, പൂർണ്ണമായ മുല കൊടുക്കണമെന്ന് ഉദ്ദേശിക്കുന്നവർ അങ്ങനെ ചെയ്യണം. വഅലൽ മൗലൂദി ലഹു റിസ്ഖുഹുന്ന വകിസ്വതുഹുന്ന ബിൽ മഅറൂഫ്, മുലയൂട്ടുന്ന സമയത്ത് പ്രായത്തിൽ ആ കാലഘട്ടത്തിൽ പിതാവിന് ഈ ഉമ്മക്ക്, ഭാര്യക്ക്, മുലയൂട്ടുന്ന ഉമ്മക്ക് ഭക്ഷണം കൊടുക്കലും വസ്ത്രം കൊടുക്കലും പിതാവിന് നിർബന്ധമാണ്. ലാ തുകല്ലഫു നഫ്സുൻ ഇല്ലാ വുസ്അഹ, ഒരാൾക്കും സാധിക്കാത്തത്, താങ്ങാൻ കഴിയാത്തതൊന്നും ഇസ്ലാം അടിച്ചേൽപ്പിക്കുന്നില്ല, അവരെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ലാ തുളാറ വാലിദത്തും ബിവലദിഹാ വലാ മൗലൂദുൻ ലഹു ബിവലദി, ഒരു ഉമ്മയും ഒരു കുഞ്ഞ് കാരണമായി പ്രയാസത്തിലാകരുത്, അതേപോലെ തന്നെ ഒരു കുഞ്ഞ് കാരണമായും ഒരു ഉപ്പയും ബുദ്ധിമുട്ടിലാകരുത്. വഅലൽ വാരിസി മിസ്ലു ദാലിക, ഇനി ചെലവ് കൊടുക്കാനും മുലയൂട്ടുന്ന സമയത്ത് ചെലവ് കൊടുക്കാനും വസ്ത്രം കൊടുക്കാനും പിതാവില്ലെങ്കിൽ വഅലൽ വാരിസി മിസ്ലു ദാലിക, ഇതേപോലത്തെ ബാധ്യത പിതാവില്ലെങ്കിൽ അനന്തരാവകാശിക്കാനുള്ളത് അനന്തരാവകാശം ചെയ്യണം. വഇൻ അറത്താ ഫിസ്വാലൻ അൻ തറാലിൻ മിൻഹുമാ വതശാവുരിൻ ഫലാ ജുനാഹ അലൈഹിമാ, 2 വർഷം തികയുന്നതിന്റെ മുമ്പ് തന്നെ കുഞ്ഞിന്റെ മുല കൂടി നിർത്താൻ ഭാര്യയും ഭർത്താവും തീരുമാനിക്കുന്നുവെങ്കിൽ പരസ്പരം തൃപ്തിയോടുകൂടെ രണ്ടുപേരും തൃപ്തിപ്പെട്ട് കൂടിയാലോചിച്ച് വിവരമുള്ള ആരുടെങ്കിലും ചോദിച്ചുകൊണ്ടൊക്കെ അവർ മുലയൂട്ടൽ നിർത്തുന്നുവെങ്കിൽ തെറ്റൊന്നുമില്ല, കുറ്റകരമല്ല. അതേപോലെ വൈൻ അർത്തും അൻ തസ്തർദിഉ ഔലാദക്കും ഫലാ ജുനാഹ അലൈക്കും ഇദാ സല്ലംതും മാ ആതൈതും ബിൽ മഅറൂഫ്, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് മറ്റാരെ കൊണ്ടെങ്കിലും മുലയൂട്ടിപ്പിക്കാൻ, മറ്റാരെ കൊണ്ടെങ്കിലും മുല കൊടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങൾ നാട്ടുനടപ്പ് പ്രകാരം കൊടുക്കുന്ന കൂലിയും പ്രതിഫലമൊക്കെ കൊടുത്ത് നൽകി, സാധാരണ ന്യായമായി കൊടുക്കേണ്ട പ്രതിഫലമൊക്കെ നൽകിയിട്ട് നിങ്ങൾ അങ്ങനെ മറ്റൊരാളെ കൊണ്ട്, ഒരു അന്യ സ്ത്രീയെ കൊണ്ട് മുലയൂട്ടിപ്പിക്കുന്നത് കൊണ്ടും പ്രശ്നമില്ല. വത്തഖുല്ലാഹ വഅലമു അന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണം, നിങ്ങൾ അറിയണം, അല്ലാഹു എല്ലാം, നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹു കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയണം. ഇതാണ് ഈ ആയത്തിന്റെ ആകെ ആശയം. ധാരാളം കാര്യങ്ങൾ, 10ഓളം അല്ലെങ്കിൽ ഒരു ഡസനോളം വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു ആയത്താണ്. ഇൻഷാ അല്ലാഹ് അതിൽ ഓരോ കാര്യങ്ങളിലും ചുരുക്കി പറഞ്ഞിട്ട് നമ്മുടെ ശിശു പരിപാലനത്തിലേക്ക് കടക്കുകയാണ്. ശിശു പരിപാലനം എന്ന് പറഞ്ഞാൽ സന്താന പരിപാലനത്തിന്റെ വിശദമായ കാര്യങ്ങൾ ഇതിൽ പറയുന്നില്ല, പറയാൻ നമുക്ക് സമയം ഒക്കൂല ഈ പാഠം കൊണ്ട്. ശിശു എന്ന് പറഞ്ഞാൽ തന്നെ ചെറിയ കുഞ്ഞാണ്, പ്രസവിച്ച ഉടനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ശിശു എന്ന് പറയാം. ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ അധ്യായത്തിൽ ചർച്ചയ്ക്ക് വരുന്നത് പ്രസവിച്ച ഉടനെയുള്ള കുഞ്ഞുങ്ങൾ, പ്രസവാനന്തര മുറകൾ എന്തൊക്കെയാണ്,
പ്രസവിച്ച ഉടനെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇൻഷാ അല്ലാഹ് മധുരം കൊടുക്കലും പേരിടലും ബാങ്ക് വിളിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ ചർച്ചയിൽ വരും. ഒരു ശിശുവിന്റെ ആദ്യഘട്ടം അങ്ങനെയാണ്. ശേഷം മുലയൂട്ടുന്ന വിഷയം വരും. മുലയൂട്ടുന്നതുമായി ബന്ധപ്പെട്ട മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ച മാത്രമേ നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. ശേഷം കുഞ്ഞുങ്ങളുടെ സന്താന പരിപാലനം എന്ന് പറയുന്ന വിഷയം വളരെ വിശാലമായ സംഗതിയാണ്. കുഞ്ഞുങ്ങളുടെ വളർച്ച എങ്ങനെയാണ്, ഓരോരുത്തരും ബൗദ്ധികമായ ബുദ്ധിപരമായ വളർച്ച, മാനസികമായ വളർച്ച, ശാരീരികമായ വളർച്ച, ഇതൊക്കെ ഏത് ഘട്ടത്തിലാണ്, ഓരോ വയസ്സിലും എത്ര വളർച്ച ഉണ്ടാകും, കുട്ടികളുടെ മനഃശാസ്ത്രം എങ്ങനെയാണ്, പ്രായപൂർത്തി എത്തുന്നത് വരെയുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ എങ്ങനെയാണ് വളർത്തേണ്ടത്, കുട്ടികൾ വഴികേടിലാകാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം സന്താന പരിപാലനത്തിന്റെ വിശാലമായ ഭാഗമാണ്. ഇൻഷാ അല്ലാഹ് നമുക്കത് പഠിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഉമ്മമാർ ഇത് പഠിച്ച് തന്നെ കൈകാര്യം ചെയ്യേണ്ട കാലമാണ്. അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ നമ്മൾ കരുതിയതുപോലെയല്ല. സന്താന പരിപാലനം, പാരന്റിങ് പഠിക്കാത്തവർക്ക് അവരുടെ മക്കളുടെ മേൽ, സ്വന്തം സന്താനങ്ങളുടെ വിഷയത്തിൽ പരാജയം സംഭവിക്കുന്നത് നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ ഈ വിഷയത്തെ കുറിച്ചാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് മുലയൂട്ടുന്നതിന്റെ ഈ ആയത്തിന്റെ ഓരോ പാർട്ടുകളും വിശദീകരിച്ചുകൊണ്ട് ഒരു 10ഓളം വിഷയങ്ങൾ ഞാൻ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വിശദീകരിച്ച് പറയും. പൂർണ്ണമായി മുലയൂട്ടുന്ന പ്രായം എത്രയാണ്, മുലയൂട്ടുമ്പോൾ ചെലവ് കൊടുക്കുക എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്, അവിടെ ആവശ്യമുള്ളതൊക്കെ ചോദിച്ചു വാങ്ങാൻ പറ്റുമോ, അതുപോലെ തന്നെ ഇത് ആരാണ് കൊടുക്കേണ്ടത്, 2 വയസ്സിന് മുമ്പ് മുലയൂട്ടൽ നിർത്താൻ പറ്റുമോ, 2 വയസ്സ് കഴിഞ്ഞിട്ട് മുല കൊടുക്കാൻ പറ്റുമോ, 2 വയസ്സ് കഴിഞ്ഞതിന് ശേഷം മുല കൊടുക്കാൻ പറ്റുമോ, അതിന് മുമ്പ് നിർത്താൻ പറ്റുമോ. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ കുഞ്ഞിന് 2 വയസ്സ് മുല കുടിക്കുന്നതിന് പ്രയാസകരമാകുന്ന രീതിയിൽ അടുത്ത ഗർഭധാരണം ഉണ്ടാകാൻ നല്ലതാണോ? പെട്ടെന്ന് ഒരു കുഞ്ഞ് മുല കുടിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ ശിശു ഉണ്ടായിരിക്കെ അടുത്ത ഗർഭം ഉണ്ടാകുന്നത് എങ്ങനെയാണ്, ഇസ്ലാം അതിന്റെ കാഴ്ചപ്പാട് എങ്ങനെയാണ്, ഈ തുടങ്ങിയ കാര്യങ്ങളല്ല. മറ്റൊരാളെ മുലയൂട്ടാൻ വേണ്ടി ഏൽപ്പിക്കാൻ പാടുണ്ടോ, അങ്ങനെ ഏൽപ്പിക്കുന്നതിൽ തെറ്റുണ്ടോ, ആരെ ഏൽപ്പിക്കലാണോ നല്ലത്, സ്വന്തം കൊടുക്കലാണോ നല്ലത്, ഈ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇൻഷാ അല്ലാഹ് നമ്മുടെ ചർച്ചയിൽ ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ ചുരുങ്ങിയ രൂപത്തിൽ വരും. ശേഷം നമ്മൾ അനന്തരമായ വിശദമായ വിവരങ്ങളിലേക്ക് നമ്മൾ കടക്കുകയും ചെയ്യും. ആ വിഷയത്തിലേക്ക് നമ്മൾ ഇപ്പോൾ ഇനി വിശദമായി കടക്കുന്നില്ല. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം ചുരുക്കി പരാമർശിച്ചുകൊണ്ട് നമ്മുടെ ഈ ക്ലാസ്സിൽ പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഒതുങ്ങിയിട്ട് മുന്നോട്ട് പോകും. ഈ ആയത്ത് നമ്മൾ ഓതി നോക്കുകയും അതിന്റെ ആയത്ത് വാക്കുകൾ അർത്ഥം മുറിച്ച് വെച്ച ഞാൻ വെച്ചിട്ടുള്ള അർത്ഥം നിങ്ങൾ മനസ്സിലാക്കി വെക്കുകയും അത് നിങ്ങൾ ഓതുമ്പോഴൊക്കെ അത് വിലയിരുത്തി തന്നെ ഓതുകയും ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് മാത്രം ഈ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ വിശുദ്ധ ഖുർആൻ കൊണ്ട് ചെയ്യുന്ന ഖിദ്മകളെല്ലാം അല്ലാഹു സ്വീകരിക്കട്ടെ. ഏറ്റവും നല്ല അല്ലാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉള്ള ഒരു ഉമ്മയായി, രക്ഷിതാക്കളായി അല്ലാഹു നമ്മെ എല്ലാവരെയും ആക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.